ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. ദൈവവചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം പ്രത്യേകിച്ച് ഈ ഒരു തീമിനെ അടിസ്ഥാനപ്പെടുത്തി പ്രിസർവ് ദി അനോയിൻറ്റിങ് എന്ന ഒരു തീമിനെ അടിസ്ഥാനപ്പെടുത്തി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട കാലിക പ്രസിദ്ധിയുള്ള ഈ ഒരു തീം ഇവിടുത്തെ പ്രധാനപ്പെട്ട ചിന്താ വിഷയം ആയിട്ട് ഈ കോൺഫറൻസ് എടുത്തത് ഈ അഭിഷേകം കാത്തുപാലിക്കുന്ന കാര്യമാണ്. പ്രിസർവ് ദി അനോയിൻറ്റിങ് അതായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താ വിഷയമായി ഈ സമൂഹം എടുത്തത്. ഈ മീറ്റിങ്ങിൻ്റെ ആരംഭ മീറ്റിങ്ങിൽ നമ്മുടെ കൺവീനർ അതിനെ സംബന്ധിച്ച് സമഗ്രമായ ഒരു സന്ദേശം നമുക്ക് നൽകുകയുണ്ടായി. അതിൻ്റെ ശരിയായ ആശയങ്ങൾ അദ്ദേഹം ഇവിടെ പ്രസൻറ്റ് ചെയ്തു. ഇന്നലെ ഡോക്ടർ സണ്ണി പ്രസാദ് എന്താണ് ആ അഭിഷേകം എന്ന് ഡിഫൈൻ ചെയ്യുകയും അതിൻ്റെ പല കാര്യങ്ങളെ സംബന്ധിച്ചും ബൈബിൾ ക്യാരക്ടേഴ്സിൻ്റെ ഉദാഹരണം എടുത്തുകൊണ്ട് വളരെ ഹൃദയസ്പർക്കായി നമ്മോട് സംസാരിച്ചത് നമ്മിൽ അനേകരെയും കഴിഞ്ഞ രാത്രി സമർപ്പണത്തിലേക്ക് നടത്തിയ ഒരു സന്ദേശമായിരുന്നു. റവറൻഡ് ദിലീപ് ത്യാഗരാജ് അതിൻ്റെ ശക്തിയുടെ ആസ്പെക്റ്റിനെ സംബന്ധിച്ച് നമ്മോട് സംസാരിക്കുകയുണ്ടായി. പാസ്റ്റർ ജോ തോമസ് ഉപദേശം, വചനത്തിൻ്റെ പ്രാധാന്യത എന്നിവയെ ഈ 3 ദിവസങ്ങളിലും ഊന്നിപ്പറയുകയുണ്ടായി. അതിനോടനുബന്ധിച്ചാണ് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് എനിക്ക് നിയോഗം ഉള്ളത്. എന്നാൽ രാത്രി ഡോക്ടർ സണ്ണി പ്രസാദ് ആ വാക്കിനെ നിർവചിച്ചു, അനോയിൻറ്റിങ്, അഭിഷേകം എന്നതിനെ സംബന്ധിച്ച്. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പ്രത്യേക ദൗത്യം നിവർത്തിക്കാനുള്ള പ്രകൃത്യാതീത ശക്തീകരണമാണ്, നിയോഗമാണ് അഭിഷേകം എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് ആ വാക്കിൻ്റെ കൃത്യാർത്ഥം. അദ്ദേഹം അത് വിശദീകരിച്ചു. പഴയ നിയമത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതന്മാർക്ക്, ചില രാജാക്കന്മാർക്ക്, ചില പ്രവാചകന്മാർക്ക് അങ്ങനെയുള്ള പ്രത്യേക അഭിഷേകം, അക്ഷരാർത്ഥത്തിൽ തൈലം കൊണ്ടുള്ള അഭിഷേകം കൊടുത്തു. പക്ഷേ ആ തൈലം കൊണ്ടുള്ള അഭിഷേകത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ അതിനു വേണ്ടിയുള്ള ശക്തീകരണവും അവരുടെ മേൽ വന്നു. അപ്പം ആ ശക്തീകരണമായിരുന്നു ആ പറയുന്ന അഭിഷേകം. എന്നാലും സാധാരണ നമ്മൾ പെന്തിക്കോസുകാരുടെ സാധാരണ പ്രയോഗം അനുസരിച്ച് പറഞ്ഞാൽ അങ്ങനെയുള്ള ശക്തീകരണത്തിന് മാത്രമല്ല, ദൗത്യ നിർവഹണത്തിന് മാത്രമല്ല നമ്മൾ സാധാരണ ആ വാക്ക് ഉപയോഗിക്കുന്നത്. നമ്മുടെ സാധാരണ ഭാഷയിൽ അതിനെ ഉപയോഗിക്കുന്നത് ആത്മസ്നാനത്തിനോ വാക്ക് ഉപയോഗിക്കാൻ നമ്മൾ ഉപയോഗിക്കും. സ്ട്രിക്ട്ലി തിയോളജിക്കൽ അല്ല ഞാൻ പറഞ്ഞു, നമ്മുടെ കോമൺ യൂസിൽ അങ്ങനെ നമ്മൾ ഉപയോഗിക്കും. അതോടൊപ്പം നമ്മിലുള്ള ആത്മസാന്നിധ്യത്തിന്, ആത്മനിറവിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഞാൻ പറഞ്ഞ കോമൺ യൂസിൽ ഈ ആത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മിൽ വസിക്കുന്ന ദൈവ സാന്നിധ്യം, ആ സാന്നിധ്യത്തിൽ അന്തർലീനമായിരിക്കുന്ന ശക്തി, ദൈവശക്തി, ഇതൊരു വ്യക്തിയിലാകട്ടെ ഒരു ശുശ്രൂഷകനിലാകട്ടെ വസിക്കുമ്പോൾ അതിനാണ് നമ്മൾ സാധാരണയായി ഈ വാക്കുകൊണ്ട് പറയുന്നത്. അപ്പം ഈ ദൈവശക്തി, അതാണ് പെന്തക്കോസ്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. ആ ശക്തി വലിയ അളവിലുണ്ട് എന്നാണ് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം 19-ാം വാക്യം, അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഈ അത്യന്ത
ശക്തി. ആത്മാവിൻ്റെ ആ അളവറ്റ വലിയ ശക്തി നമ്മിൽ വന്നിറങ്ങി താമസിച്ച് നമ്മിലൂടെ ചെയ്യുന്ന ക്രിയ, ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപാദ്യം. ശരിക്കും മനസ്സിലാക്കിയാൽ അങ്ങനൊരു ശക്തി വന്നാൽ അത് മുഴുവൻ ആളത്വത്തെയും നിറയ്ക്കുമെന്നും മുഴു ശരീരത്തിലും ഇറങ്ങി ആവസിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ന്യായം പറഞ്ഞാൽ നിങ്ങളിൽ ആത്മാവുണ്ടല്ലോ, നമ്മുടെ ആത്മാവ്, ആ ആത്മാവ് ശരീരം മുഴുവൻ വ്യാപിച്ച് കിടക്കുകയല്ലേ. ആ ആത്മസാന്നിധ്യം ഇല്ലാത്ത ഒരിടം നിങ്ങളുടെ ശരീരത്തിലുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ താമസിക്കാൻ ഇറങ്ങിയാൽ ഏതെങ്കിലും ഒരു പ്രത്യേക അവയവത്തിൽ തങ്ങി നിൽക്കുന്നതാണോ, അതോ ഉച്ചി മുതൽ ഉള്ളംകാല് വരെ ശരീരത്തെ നിറയ്ക്കുന്ന ഒരു മഹത്വത്തിൻ്റെ ആത്മാവാണ്? ശരിക്കും ദൈവാത്മാവിന് വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ ഈ ശരീരം ഉച്ചി മുതൽ ഉള്ളംകാല് വരെ അത് തിരിച്ചറിയുന്ന അനുഭവമുണ്ടാവും. എൻ്റെ കയ്യിൽ ദൈവസാന്നിധ്യം, എൻ്റെ കാലിൽ ദൈവസാന്നിധ്യം, എൻ്റെ ചുണ്ടിൽ ദൈവസാന്നിധ്യം, എൻ്റെ വയറിൽ ദൈവസാന്നിധ്യം, എല്ലായിടത്തും ദൈവസാന്നിധ്യമെന്ന് പറയത്തക്കവണ്ണം വ്യക്തമായ ഒരു ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവം ഉണ്ടാവും എന്നതാണ് സത്യം. ഇത് നൽകിയിരിക്കുന്നത് വെറുതെ നൽകിയതല്ല. ഇത് നൽകിയത്, ആത്മാവിനെ നൽകിയിരിക്കുന്നത് ഫോർ ലൈഫ് ആൻഡ് മിനിസ്ട്രി, രണ്ടിനുമാണ്. ജീവിതത്തിനും ശുശ്രൂഷയ്ക്കും. ജീവിതത്തിന് എന്ന് ഞാൻ പറയുമ്പോൾ ഈ പുസ്തകം പറയുന്നത് പോലെയുള്ള പരിശുദ്ധമായ ജീവിതത്തിന് ഈ പുസ്തകത്തിൻ്റെ അറിവ് കൊണ്ട് മാത്രം സാധ്യമല്ല. ഈ പുസ്തകം ഇതുപോലെ അനുസരിക്കണമെങ്കിൽ ഇതിന് ഈ ജഡത്തിന് കഴിവില്ല, മനുഷ്യ ശരീരത്തിനും ആളത്വത്തിനും കഴിവില്ല. ഇതിനെ ഭൗമമണ്ഡലത്തിൽ നിന്ന് ഉയർത്തി ഒരാത്മമണ്ഡലത്തിൽ കൊണ്ട് നിർത്താതെ ഈ വചനം അതേപോലെ അനുസരിക്കാൻ മനുഷ്യന് കഴിവില്ല. അങ്ങനെയുള്ള ഭൗമമണ്ഡലത്തിൽ നിന്ന് അവനെ ഉയർത്തി മേലോക അനുഭവങ്ങളിലേക്ക് എത്തിക്കാൻ പ്രാപ്തിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. എല്ലാത്തരം ശുശ്രൂഷകൾക്കും ഈ പരിശുദ്ധാത്മ ശക്തിയാണ് വേണ്ടിയത്. ദൈവസഭയ്ക്ക് ചെയ്യാനുള്ള അനവധി ശുശ്രൂഷകളുണ്ട്. ആ ശുശ്രൂഷകളെല്ലാം നിവർത്തിക്കാൻ ഒരാളും തൻ്റെ കഴിവ് കൊണ്ടോ തൻ്റെ ബുദ്ധി കൊണ്ടോ തൻ്റെ വൈഭവം കൊണ്ടോ ചെയ്യാൻ ദൈവം ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് ചെയ്യേണ്ടത് മാനുഷിക കഴിവുകളല്ല, ഇത് മേലോക ശുശ്രൂഷയാണ്. ഇത് ചെയ്യേണ്ടത് മേലോക ശക്തിയുടെയും അഭിഷേകത്തിൻ്റെയും വെളിച്ചത്തിലാണ്. അതുകൊണ്ട് എല്ലാ സേവനങ്ങളും ചെയ്യാൻ ഈ ശക്തീകരണം, ഈ അഭിഷേകം ആവശ്യമാണ്. ഓരോ ശുശ്രൂഷയ്ക്കും അതിൻ്റേതായ അഭിഷേകമുണ്ട് എന്നതാണ് സത്യം. ഞാനും എൻ്റെ ദീർഘവർഷത്തെ ശുശ്രൂഷയുടെയും കൂടെ വെളിച്ചത്തിലും അനുഭവങ്ങളുടെയും കൂടെ വെളിച്ചത്തിലുമാണ് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത് എന്നറിയണം. അരനൂറ്റാണ്ടിലധികം ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷയിൽ വിവിധ മണ്ഡലങ്ങളിൽ ഞാനും ശുശ്രൂഷ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഓരോരോ സമയത്ത് ദൈവം നടത്തിയ വഴികളുടെയും വെളിപ്പാടുകൾ, ദൈവവചന വെളിപ്പാടുകളുടെയും വെളിച്ചത്തിലാണ് ഈ വസ്തുതകൾ ഞാൻ പറയുന്നത്. ഈ ശക്തിക്ക് പൗലോസപ്പോസ്തലൻ്റെ ഭാഷയിൽ ഏത് കോട്ടയെയും തകർക്കാൻ കഴിവുണ്ട്. 2 കൊരിന്ത്യർ 10-4 അങ്ങനെയാണ് പറയുന്നത്. കാരണം ഞങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം മാനുഷിക കാര്യങ്ങളല്ല. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കാൻ, ഏത് പ്രതികൂലങ്ങളെയും തകർക്കാൻ, ഇതിനെതിരെ, ഈ സുവിശേഷത്തിനെതിരെ എന്ത് വന്നാലും, ജീവിതത്തിനെതിരെ എന്ത് വന്നാലും അതിനെ അതിജീവിക്കാൻ ബലം വേണം. ഇത് കീഴടങ്ങുന്ന ഒരു ജീവിതമല്ല,
ഇത് ജയിക്കുന്ന ഒരു ജീവിതമാണ്. ആ ജയിക്കുന്ന ജീവിതത്തിനെതിരെ വരുന്ന എല്ലാ പ്രതികൂലങ്ങളെയും എത്ര ശക്തിയോടെ വന്നാലും ഇടിച്ച് തകർത്ത് നിർവീര്യമാക്കി ജയത്തോടെ മുന്നേറാൻ പ്രാപ്തിപ്പെടുത്തുന്ന ആത്മശക്തിയുടെ പേരാണ് ഈ അഭിഷേകമെന്നോ ഈ പറയുന്ന ആത്മനിറവെന്നോ പറയുന്നത്. അതാരുടെയും സ്വന്തമല്ല. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 5-ാം വാക്യം 6-ാം വാക്യം, ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. അവൻ ഞങ്ങളെ പുതു നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. നോക്കൂ, ഞങ്ങളിൽ നിന്ന് വരുന്നതല്ല, ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവം തന്നതാണ്. അവൻ ഞങ്ങളെ പുതു നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. എന്നിട്ട് പറയുന്നു, അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരാണ്. എന്താണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം? താഴോട്ട് വായിച്ചാൽ, കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ മോശയുടെ മുഖതേജസ് നിമിത്തം ജനത്തിനവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലയോ എന്ന് പറഞ്ഞാൽ, കൃത്യമായി വ്യാഖ്യാനിച്ചാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിങ്കൽ നിന്ന് വാങ്ങിച്ച ദൈവത്തിൻ്റെ ന്യായപ്രമാണമായ 10 കൽപ്പന ദൈവം തൻ്റെ വിരല് കൊണ്ട് എഴുതി മോശയുടെ പക്കൽ കൊടുത്തത് മോശ ജനത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ആ വചനം പറഞ്ഞപ്പോൾ അന്ന് ആ തുടക്കത്തിൽ 3000 പേരെ കൊല്ലേണ്ടി വന്നു. അങ്ങനെ ആ വചനത്തിൻ്റെ പ്രശ്നമല്ല. വചനം കേവലം ന്യായപ്രമാണമെന്ന് പറഞ്ഞ് വിടാൻ പറ്റില്ല. 10 കൽപ്പന ദൈവവചനത്തിൻ്റെ അടിസ്ഥാന തത്വമാണ്. പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും അടിസ്ഥാന തത്വമാണ്. ദൈവത്തിൻ്റെ നേരിട്ടുള്ള പരിശുദ്ധ വചനമാണ്. അത് കൊടുത്തപ്പോൾ 3000 പേരെ കൊന്നു തുടങ്ങിയെങ്കിൽ പെന്തിക്കോസ്ത് ദിവസം വചനം പ്രസംഗിച്ചത് വചനമാണ്. പത്രോസ് പ്രസംഗിച്ചത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ വചനമാണ്, പുനരുദ്ധാനത്തിൻ്റെ വചനമാണ്. പക്ഷെ ആ വചനം കേവലം വചനമായിട്ടല്ല, ആത്മശക്തിയോടെ വ്യാപരിച്ചപ്പോൾ 3000 പേർക്ക് നിത്യജീവൻ പ്രാപിക്കാൻ കാരണമായി തീർന്നു. അങ്ങനെ ആത്മശക്തിയുടെ വചനം, ആ വചനം കൃത്യമായ ദൈവവചനം തന്നെയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവവചനം തന്നെ. പക്ഷേ അതിൻ്റെ അവതരണത്തിൻ്റെ വ്യത്യാസമാണ് ഇവിടെ സംഭവിച്ചത്. എന്താണ് എവിടുന്ന് പറയുന്നതിൻ്റെ അർത്ഥം? പൗലോസ് അപ്പോസ്തലൻ പറയും, ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ, കേൾക്കണേ, ഞാനും നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ, 1 കൊരിന്ത്യർ 2-ാം അധ്യായം 1-ാം വാക്യം, ഞാനും നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. തത്വശാസ്ത്രത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ വന്നത്. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകൊണ്ടല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. എന്ന് പറഞ്ഞാൽ പ്രസംഗിച്ചത് അപ്പോൾ തന്നെ ദൈവശക്തി പ്രത്യക്ഷമായി മനുഷ്യ ശരീരത്തിലും ആളത്വത്തിലും വിടുതലുണ്ടായി വെളിപ്പെട്ടപ്പോൾ ആ വചനത്തെ നിഷേധിക്കാൻ ആർക്കും സാധിച്ചില്ല. വചനത്തെ ജ്ഞാനത്തെ ജ്ഞാനം കൊണ്ട് തോൽപ്പിക്കാം, പറയാം, എതിർക്കാം.
പക്ഷേ ആ വചനത്തിൽ വ്യാപരിക്കുന്ന കാര്യം അക്ഷരാർത്ഥത്തിൽ ശക്തിയോടെ മനുഷ്യന്റെ ശരീരത്തിൽ വെളിപ്പെട്ടപ്പോൾ അതിനെ എതിർക്കാൻ പറ്റില്ല. ഇന്നും ദൈവത്തിന്റെ ജനത്തിന് വാസ്തവത്തിൽ വേണ്ടത് വചനമാണ്, അധികാരത്തിന്റെ വചനമാണ്. പക്ഷെ കേവലം വചനമല്ല, ശക്തിയുടെ പ്രദർശനത്തോടെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടെ, അതിൻ്റെ നിറവോടെ, അതിൻ്റെ അടയാളങ്ങളോടുകൂടെ, അതിൻ്റെ അത്ഭുതങ്ങളോടെ വെളിപ്പെടേണ്ട ഒരു കാലം എല്ലാ കാലത്തും. അതാണ് വാസ്തവത്തിൽ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ. അതിന് ഈ കാര്യത്തിന് കാലത്തിനനുസരിച്ച്, ആവശ്യത്തിനനുസരിച്ച് ശക്തി വേണം എന്നാണ് വേദപുസ്തകം പറയുന്നത്. എഫേസ്യ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം അറിയില്ലേ? ഒടുവിൽ കർത്താവിനും അവിടുത്തെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ആത്മനിറവ് പ്രാപിച്ച വിശ്വാസികളോടാണ് പറഞ്ഞത്. പെന്തിക്കോസ്ത് അനുഭവം പ്രാപിച്ചവരോടാണ് പറഞ്ഞത്. കർത്താവിനും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. കാരണം നിങ്ങൾക്കെതിരെ നിൽക്കുന്ന പിശാചിൻ്റെ പ്രവൃത്തികൾ, സഭയ്ക്കെതിരെ വ്യക്തിയെ വിഴുങ്ങാൻ, നശിപ്പിക്കുവാൻ നിൽക്കുന്ന പിശാചിൻ്റെ പ്രവൃത്തികളെ ജയിക്കാൻ നിങ്ങളുടെ മാനുഷിക കഴിവുകൾ കൊണ്ട്, നിങ്ങളുടെ വചനത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് മാത്രം പറ്റില്ല. ആ എതിരെ വരുന്ന ശക്തിക്ക് എത്ര ബലമുണ്ടോ അതിനെ നിർവീര്യമാക്കി കളയാൻ ഉള്ള വലിയ ആത്മബലം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീനെന്ന് പറയുമ്പോൾ ഇതിന് മണ്ഡലങ്ങളുണ്ടെന്ന്, കേവലം ഒരനുഭവമല്ല, കേവലം അകത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല, ഇതിന് പിന്നെയും ശക്തി വേണമെന്നും കൂടുതൽ പ്രാപിക്കണമെന്നും വിശുദ്ധ വേദപുസ്തകം നമ്മെ ഉപദേശിക്കുകയാണ്. വചനമായ യേശു, ദൈവമായ യേശു ഭൂമിയിൽ പ്രവർത്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനാലാണ് അവിടുത്തെ സകല പ്രവൃത്തികളും ചെയ്തത് എന്നാണ് തിരുവെഴുത്ത് വിളിച്ചു പറയുന്നത്. പ്രവൃത്തി പുസ്തകം 10-ാം അധ്യായം 38-ാം വാക്യം, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചി ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. ഒന്നുകൂടി എടുത്തു പറയുന്നു, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതുകൊണ്ട് അവൻ ശുശ്രൂഷ ചെയ്തു. യേശുവിൻ്റെ തന്നെ വാക്ക് വചനമെടുത്തിട്ട് പറയുകയാണ്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുക. ലൂക്കോസിൻ്റെ 4:18 വാക്കുകൾ, കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നെഴുതിയ സ്ഥലം കണ്ടു. തൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ടെന്ന്. സുവിശേഷം പ്രസംഗിക്കാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ, ആ വേല മുഴുവൻ ചെയ്യാൻ തന്നെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നാണ് വിളിച്ചു പറഞ്ഞത്. അത് യേശുവിൻ്റെ മേലുണ്ടെന്ന് മാത്രമല്ല, താൻ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞപ്പോൾ നമുക്ക് ദൗത്യമാണല്ലോ പ്രധാനം. കേവലം സ്വർഗത്തിൽ നമ്മളെ മാത്രം കൊണ്ടുപോയാൽ പോരാ, നമ്മൾ സ്വർഗത്തിൽ പോകണം. നമ്മൾ സ്വർഗത്തിൽ പോയില്ലെങ്കിൽ ഈ പണിക്ക് ഇറങ്ങിത്തിരിച്ച്, ഈ വിശ്വാസത്തിന് ഇറങ്ങിത്തിരിച്ചത് എന്തോ ഒരു ഭയങ്കര നഷ്ടമായി തീരും. നാം ഇറങ്ങിത്തിരിച്ച ഈ ജീവിതം നേരെ വചനപ്രകാരം സൂക്ഷിക്കേണ്ടതാണ്. വചനം പാലിക്കുന്നവന് മാത്രമാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശനമുള്ളത്. അതിനൊരു തർക്കവുമില്ല. പക്ഷേ നമ്മൾ കുറച്ചു പേരെ മാത്രം പോയാൽ പോരാ. ഈ ലോകത്തിലെ സകല ജനത്തെയും രക്ഷിക്കാൻ യേശു ഭൂമിയിൽ വന്നു. ബാക്കി ഉള്ളവരെയും അവിടെ കൊണ്ടുപോകണം. അതിന് ജനത്തെ ഒരുക്കുന്ന ദൗത്യമാണ് സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ജനത്തെ ഇതിനു വേണ്ടി ഒരുക്കണമെങ്കിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു വിട്ടത് എന്താണ്? മത്തായി 10-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, നിങ്ങൾ പോയി പ്രസംഗിക്കുവീൻ, പക്ഷെ പ്രസംഗിച്ചാൽ മാത്രം പോരാ എന്ന്. അതിലെ രോഗികളെ സൗഖ്യമാക്കുവീൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവീൻ,
മരിച്ചവരെ ഉയർപ്പിക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ. ഇതെല്ലാം കൂടി ചെയ്യുന്നതാണ് ക്രിസ്തീയ ശുശ്രൂഷ. യേശു ചെയ്തതാണ്, ശിഷ്യന്മാരെ ഏൽപ്പിച്ചതാണ്. ഇന്നും ദൈവസഭയ്ക്ക് ചെയ്യാനുള്ള ദൗത്യം അതുതന്നെയാണ്. പെന്തിക്കോസ്ത് കൂട്ടം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ വളർന്ന് ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ചത് കേവലം പ്രസംഗം കൊണ്ടല്ല, ദൈവശക്തി അവരിലൂടെ വ്യാപരിച്ച് രോഗികളെ സൗഖ്യമാക്കിയത് കൊണ്ടും ഭൂതങ്ങളെ പുറത്താക്കിയത് കൊണ്ടും ജനത്തിന് വിടുതൽ കൊടുത്തത് കൊണ്ടുമാണ് ഈ പെന്തിക്കോസ്ത് സമൂഹം ഈ പറയുന്ന 40% ഉയർന്നതിൻ്റെ കാരണം ദൈവശക്തിയുടെ പ്രത്യക്ഷതയാണ് എന്ന് തിരിച്ചറിയണം. വേറെ പലരും വചനം പ്രസംഗിക്കുന്നു. കത്തോലിക്ക സഭയ്ക്ക് പ്രഗത്ഭരായ വേദപണ്ഡിതന്മാരുണ്ട്, തിയോളജിയൻസ് ഉണ്ട്, വലിയ തിയോളജിയൻസ്. ഓർത്തഡോക്സ് സഭയ്ക്ക് വളരെ പ്രഗത്ഭരായ തിയോളജിയൻസ് ഉണ്ട്. പെന്തിക്കോസ്തുകാർക്ക് അത്രയും കൂടിയ തിയോളജിയൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പെന്തിക്കോസ്ത് സഭയുടെ വളർച്ചയുടെ കാരണം തിയോളജി വേണം. അതിൻ്റെ പ്രശ്നം, അതിൻ്റെ പോരായ്മ പരിഹരിക്കാനാണ് പുസ്തകം ഉണ്ടാക്കുന്നത്. എന്നാൽ തിയോളജി കൊണ്ട് മാത്രം ജനത്തെ രക്ഷിക്കാൻ പറ്റില്ല. തിയോളജി കൊണ്ട് പറ്റാത്തത് ദൈവശക്തിയുടെ വെളിപ്പാട് കൊണ്ട് പറ്റും. രോഗികളെ സൗഖ്യമാക്കുന്നത് കൊണ്ടും ഭൂതങ്ങളെ പുറത്താക്കുന്നത് കൊണ്ടും സാധിക്കും. ആകയാൽ അതിന് വേണ്ടത് ദൈവത്തിൻ്റെ ശക്തിയാണ്. നമ്മളറിയണം, വളരെ വ്യക്തമായി ബാപ്റ്റിസ്റ്റുകാർ വചനം പ്രസംഗിക്കുന്നു. പെന്തിക്കോസ്തുകാരെ കുറിച്ച് ബ്രദറുകാരുടെ ആക്ഷേപം പെന്തിക്കോസ്തുകാർക്ക് ശക്തിയുള്ള വചനം ഇല്ലെന്നാണ്. വളരെ കൃത്യമായി വചനം പറയാൻ ബ്രദറുകാർ ഉത്സാഹിക്കുന്നു. പക്ഷേ ആത്മസ്നാനത്തിൻ്റെ വിശ്വാസം അവർക്കില്ല. ആത്മശക്തിയുടെ വ്യാപാരം അവിടെ ഇല്ല. പെന്തിക്കോസ്തിൻ്റെ വ്യത്യാസം കേവലം വചനമല്ല, ഇതിൻ്റെ കൂടെ ആത്മശക്തി വ്യാപരിച്ച് ജനങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു എന്ന വലിയ മാറ്റമുണ്ട് എന്നുള്ളത് പെന്തിക്കോസ്ത് ജനം തിരിച്ചറിഞ്ഞിരിക്കണം. ആ അനോയിൻറ്റിങ്, ആത്മശക്തി, ഈ ദൈവശാസ്ത്ര പൗലോസ് വലിയ വേദശാസ്ത്രിയായിരുന്നു. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എൻ്റെ പ്രസംഗം കേവലം പ്രസംഗമല്ല, കേവലം ജ്ഞാനമല്ല, ദൈവശക്തിയുടെ വ്യാപാരമാണ്. അദ്ദേഹത്തിൻ്റെ ഉടുപ്പ് കൊണ്ടിട്ടാൽ രോഗി സൗഖ്യമാകുമായിരുന്നു. അത്രയ്ക്ക് ദൈവശക്തിയുടെ വ്യാപാരമുള്ള, രോഗികളെ സൗഖ്യമാക്കുന്ന, ഭൂതങ്ങളെ പുറത്താക്കുന്ന തിയോളജിയനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ എന്നുള്ളത് തിരിച്ചറിയണം. ഈ അനോയിൻറ്റിങ് മെച്ചപ്പെടുത്തണമോ? അതിന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞല്ലോ, നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണം. ഇവിടെ എണ്ണ എന്ന ഉദാഹരണം മാറി ഇച്ചിരി തീയുടെ ഉദാഹരണം വരികയാണ്. പെന്തിക്കോസ്ത് ദിവസം ആത്മാവ് വന്നിറങ്ങിയപ്പോൾ ഉണ്ടായൊരടയാളം ഒന്ന് തീയാണല്ലോ. പ്രവൃത്തി പുസ്തകം 2-ാം അധ്യായത്തിന് 3, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. പരിശുദ്ധാത്മാവിനെ ചൂണ്ടിക്കാണിക്കുന്നൊരു പ്രയോഗം. അങ്ങനെ അഗ്നി കത്തിക്കൊണ്ടേയിരിക്കണമെങ്കിൽ പഴയ നിയമത്തിൽ ദീപം കത്തണമായിരുന്നു. ഇവിടെ മത്തായി 25-ാം അധ്യായത്തിൽ വിളക്കിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്, എണ്ണ കൂടുതൽ വേണം. അപ്പം തീ നല്ലപോലെ കത്തണം, വലിയ തീ കത്തണമെങ്കിൽ വിറക് കൂട്ടിയിട്ടാൽ തീ കത്തിക്കാം. പക്ഷെ വിറക് നല്ലപോലെ തീ കത്തണമെങ്കിൽ കൂടുതൽ വിറക് കത്തുന്നിടത്ത് കൂടുതൽ വിറക് കൂടി ഇടണം. അല്ല ഒരു കൊള്ളി കത്തിക്കൊണ്ടിരുന്നാൽ മാത്രം പറ്റില്ല. കൂടുതൽ കൊള്ളി ഒന്നിച്ചു കൊണ്ടുവരൂ, മൂട്ടം തീ ഉണ്ടാവും. ആത്മനിറവ് പ്രാപിച്ച് ആത്മശക്തിയുടെ വ്യാപാരമുള്ള, അതിൻ്റെ ജ്വലനത്തിൽ നിൽക്കുന്ന പലരും ഒന്നിച്ചു കൂടുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കൂടുതൽ വ്യാപാരം ഉണ്ടാവും. ഒരാളിലൂടെ നടക്കില്ലെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ, നമ്മിലെ ആത്മശക്തി വ്യാപകമായി തീരണമോ,
ഈ ആത്മശക്തിയുള്ള വ്യാപാരം ഉള്ളവൻ്റെ കൂടെ കൂടണം. അതിൻ്റെ അഭിഷേകം അറിയാവുന്നവൻ്റെ കൂടെ കൂടണം. അതിൻ്റെ വ്യാപാരത്തിൻ്റെ കൂടെ ജീവിക്കുന്നവൻ്റെ കൂടെ കൂടണം. അവരൊന്നിച്ചു കൂടി കാര്യം ചെയ്യുമ്പോൾ തീ ജ്വലിക്കും. ഒറ്റയ്ക്ക് മാത്രം ഇരുന്നാൽ കെട്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ജ്വലിപ്പിക്കണമെങ്കിൽ ബാക്കിയുള്ളവരുടെ ആത്മീക ശുശ്രൂഷ കൂടി ഇതിൻ്റെ കൂടെ വേണം. അവരുടെ പ്രാർത്ഥന കൂടി വേണം. അവരുടെ കൃപാവരങ്ങൾ കൂടി വേണം. അപ്പോൾ അവിടെ പറയുന്നത് ജ്വലിപ്പിക്കണം. എന്ത് ജ്വലിപ്പിക്കണമെന്നാണ്? എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണം. വാക്യം സൂക്ഷ്മമായി നോക്കണം. എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ നിൻ്റെ മേൽ കൈവച്ചപ്പോൾ നിൻ്റെ മേൽ കൃപാവരത്തിൻ്റെ ഒരു വ്യാപാരം ഉണ്ടായി. അങ്ങനെ സംഗതി ഉണ്ടെന്നല്ലേ പൗലോസ് പറഞ്ഞത്? ഞാൻ കൈവച്ചാൽ കൃപയുടെ വ്യാപാരം ഉണ്ടാവും. വ്യാപാരം ഇല്ലെന്ന് ആളുകൾ പറഞ്ഞാൽ അവർക്കറിയാൻ മേലാത്തതുകൊണ്ടാണ്. അവൻ്റെ അനുഭവത്തിലേക്ക് അവർ പോയിട്ടില്ല. ഈ ആത്മീയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉള്ള അറിവിൻ്റെ വെളിച്ചത്തിലേ പറയാൻ പറ്റുള്ളൂ. ആത്മീയ കാര്യം മൊത്തം അറിഞ്ഞവരാരും ഭൂമിയിൽ ഇല്ല. ഇച്ചിരി അറിഞ്ഞിട്ട് ഇതാണ് എല്ലാമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ മണ്ടത്തരമാണ്. ഈ പുസ്തകം മുഴുവൻ ഗ്രഹിച്ചവൻ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ രഹസ്യം മുഴുവൻ അറിഞ്ഞവൻ ആരെങ്കിലും ഉണ്ടോ? ഒരു മനുഷ്യനും ഇല്ല. ഈ ബൈബിളിലെ ഈ തിയോളജിക്കൽ മിസിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ PhD എടുത്താലും ഈ പുസ്തകത്തിൻ്റെ മുഴുവൻ ആഴങ്ങളും അറിഞ്ഞവൻ ഒരുവനുമില്ല. ഇനിയും ഇതിനകത്ത് ആഴങ്ങളുണ്ട്. നമ്മെ കൊണ്ടുപോകാനുള്ള ആത്മീയ അനുഭവങ്ങൾ ഉണ്ട്. ആ അനുഭവങ്ങളിലേക്ക് പോകാൻ തയ്യാറായി വിശ്വാസി ഒരുങ്ങി നിൽക്കേണ്ടതാണ്. അല്ല, അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ രോഗികൾ സുഖമായില്ലേ? പൗലോസ് അപ്പോസ്തലൻ കൈവച്ചപ്പോൾ ആളുകൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ലേ? പത്രോസ് കൈവച്ചപ്പോൾ ശമരിയിൽ ആത്മാവിനെ കിട്ടിയില്ലേ? എഫെസോസിൽ കൈവച്ചപ്പോഴല്ലേ പരിശുദ്ധാത്മാവിനെ കിട്ടിയത്? തിമോത്തിയോസിൻ്റെ മേൽ പൗലോസ് കൈവച്ചപ്പോഴല്ലേ കൃപാവരം വന്നത്? ഇപ്പം അങ്ങനൊരു കാര്യം ഉണ്ട്. പക്ഷെ കൊടുക്കത്തക്കവണ്ണ അളവിൽ ഉണ്ടാവണം. ഓർഡിനറി കൊണ്ട് പറ്റില്ല. എക്സ്ട്രാ ഉണ്ടെങ്കിൽ കൊടുക്കാം. പക്ഷെ അവരിൽ നിന്നല്ല കൊടുക്കുന്നത്, അവരിൽ കൂടെ പോകുന്നു എന്നേ ഉള്ളൂ. അവരിൽ നിറച്ചു വച്ചിരിക്കുന്ന വാരിക്കൊടുക്കുകയല്ല, ഇതിൻ്റെ ഒഴുക്കിൽ നിൽക്കുന്നവൻ, ഇതിൻ്റെ അഭിഷേകത്തിൽ നിൽക്കുന്നവൻ, ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ നിന്ന് പ്രാപിക്കുന്നവൻ. ആ അഭിഷേകത്തിൻ്റെ കീഴിൽ ഒരാളുടെ മേൽ കൈവച്ചാൽ അതിൻ്റെ വ്യാപാരമുണ്ടാകുമെന്നുള്ളത് അറിയുന്ന ഒരു സമൂഹം ഇന്നത്തെ ലോകത്തിലുണ്ട്. ഇതിനെ വിമർശിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. ഞാനും ഒരു കാലത്ത് വിമർശിച്ചവനാണ്. പക്ഷേ ഒരു സത്യം, ഇതിൻ്റെ അളവിനെ തടയാനും ഇതിൻ്റെ അളവിനെ അളക്കാനും കഴിവുള്ള ഒരാളും ഭൂമിയിലില്ല എന്നിന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ. ഞാനൊരു ദൈവസഭയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ദൈവജനത്തിൻ്റെ ആത്മാക്കൾക്ക് ഉത്തരവാദിയായ മനുഷ്യൻ എന്ന ബോധ്യത്തിൽ ജീവിക്കുന്ന ആളാണ്. ഈ സമൂഹത്തിലെ എൻ്റെ കീഴിലുള്ള ജനത്തിൻ്റെ മൊത്തം ആത്മാക്കൾക്ക് ഞാൻ ഉത്തരവാദിയാണെന്നും അവരുടെ ആത്മീക ജീവിതത്തിനും അവരെ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകുന്നതിനും എനിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന ബോധ്യത്തിലുമാണ് ഞാൻ എൻ്റെ വേല ചെയ്യുന്നത്. അല്ല, ഞാൻ സൂപ്രണ്ടെന്ന ഉദ്യോഗം നോക്കുന്ന ഒരുത്തനല്ല. എനിക്കിക്കാര്യത്തിൽ വളരെ ആത്മഭാരമുണ്ട്. കൃപാവരങ്ങൾ വളരെ പ്രധാനമാണ്. ഈ വേദപുസ്തകം കൃപാവരങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ ദൈവസഭയിലുള്ള ആത്മാവിൻ്റെ വരങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന അധ്യായമാണ്. അതുകൊണ്ട് ഒതുങ്ങുന്നില്ല. ബാക്കി പല വേദഭാഗങ്ങളിലും കൃപാവരങ്ങളുടെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ എന്താണ് കൃപാവരം? 1 കൊരിന്ത്യർ 12-ാം അധ്യായം നിങ്ങൾ പരിശോധിച്ചാൽ ആത്മാവ് തനിക്കിച്ഛിക്കുന്നത് പോലെ അവൻ അതത് വരം
പകുത്തു കൊടുക്കുന്നു. ഒന്നുകൂടെ തെളിച്ച് പറയാം. പരിശുദ്ധാത്മാവാണ് കൊടുക്കുന്നത്. ഓരോരുത്തനെ എന്തിന് വിളിച്ചിരിക്കുന്നോ, എന്ത് വേല ഏൽപ്പിച്ചിരിക്കുന്നോ, ആ വേല ചെയ്യാനുള്ള ശക്തി വേണം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു, ആരുടെയും മിടുക്കൊണ്ട് ഇത് ചെയ്യണ്ട, ആരുടെയും പള്ളിക്കൂടത്തിലെ പഠിത്തം കൊണ്ട് ഇത് ചെയ്യണ്ട, ആരുടെയും ജ്ഞാനം കൊണ്ട് ഇത് ചെയ്യണ്ട. ഇതിന് മേലോകത്തിൻ്റെ ശക്തി ഇറങ്ങി വരും. ആ മേലോകത്തിൻ്റെ ശക്തി ആത്മാവ് അതാത് സമയത്ത് അവനവന് പകർന്നു കൊടുക്കുന്നതാണ്. ഒന്നുകൂടെ പറയാം, അവനവൻ ചെയ്യാനുള്ള വേലയ്ക്ക് വേണ്ടിയുള്ള ശക്തീകരണത്തിൻ്റെ, പ്രകൃത്യാതീത ശക്തീകരണത്തിൻ്റെ പേരാണ് കൃപാവരം. സ്തോത്രം. അതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ പ്രസംഗിക്കുമ്പോൾ ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം ഉണ്ടാവുന്നു. പ്രസംഗം കൊണ്ട് തീരില്ല. അത് അന്നേരം തന്നെ മനുഷ്യജീവിതത്തിൽ പ്രകടമാകുന്നു. ആ കൃപാവരങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ. ബാക്കി പല ലിസ്റ്റ് ഉണ്ടെങ്കിലും ആ ലിസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞോട്ട്. ഒന്ന് ജ്ഞാനത്തിൻ്റെ വചനം, 2 പരിജ്ഞാനത്തിൻ്റെ വചനം, വേറൊന്ന് വിശ്വാസം, വേറൊന്ന് രോഗശാന്തികളുടെ വരം, വേറൊരുവന് വീര്യപ്രവർത്തികൾ, മറ്റൊരുവന് പ്രവചനം, വേറൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, വേറെ ഒരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. ഇവയാണ് വേദപുസ്തകം കൃപാവരം എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. വേറെ ഉണ്ട്, മറ്റ് പല ഭാഗങ്ങളുണ്ട്, ഇതിൽ ഒതുങ്ങുന്നില്ല. എന്നാലും ഫണ്ടമെൻ്റലി ഇവ കൃപാവരമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ എല്ലാവരും പ്രവചിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആത്മവരങ്ങൾക്ക് വാഞ്ചയുള്ളവരായിത്തീരണമെന്ന്, പ്രവചനവരം വാഞ്ചിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ കാലത്ത് കുറേ നാളായി വ്യാപകമായി പെന്തിക്കോസ്ത് സഭയിൽ തന്നെ കൃപാവരങ്ങൾക്കെതിരെയുള്ള പ്രസംഗങ്ങളുണ്ട്. ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്ന പ്രസംഗങ്ങളുണ്ട്. ഇന്നത്തെ കാലത്ത് കൃപാവരങ്ങൾ അപൂർവമായി തീർന്നിരിക്കുന്നത് കൊണ്ട് ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് ഒത്തിരി പേർക്ക് അറിയില്ല. ഒരു സമയത്ത് ഞാൻ ഇവിടെ തന്നെ അമേരിക്കയിൽ തന്നെ ഒരു മീറ്റിങ്ങിന് പണ്ട് വന്ന് സംബന്ധിച്ച കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴെല്ലാം 1980-കളിൽ ഒരു പ്രായമുള്ള പിതാവ് എഴുന്നേറ്റ് പ്രസംഗിച്ചു. എടോ, തനിക്കെന്താടോ പണി? സുവിശേഷം പ്രസംഗിക്കടോ. ഇയാൾ രോഗിയെ സൗഖ്യമാക്കാൻ പോകുന്നു. ആര് പറഞ്ഞു നിന്നോട്? ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അമേരിക്കയിൽ നടന്ന പ്രസംഗമാണ്. നിങ്ങളും ചിലരുണ്ടായിരുന്നു അമേരിക്കയിൽ എനിക്കറിയാം. പേരും കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നില്ലെന്നോടേ ഉള്ളൂ. അതെന്ന് യേശു പ്രസംഗിക്കാൻ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ് നീ രോഗിയെ സൗഖ്യമാക്കണം. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ് നീ ഭൂതങ്ങളെ പുറത്താക്കണം. മനുഷ്യരെ പിശാചിൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കാൻ ശക്തി ഉപയോഗിക്കാൻ പറ്റാത്ത, ആ ശുശ്രൂഷയില്ലാത്ത കേവല പ്രസംഗം കൊണ്ട് അത് അവിടെ അവസാനിക്കത്തേയുള്ളൂ. ജനത്തെ വിടുവിക്കുന്ന ആത്മശക്തിയും കൃപാവരങ്ങളും ഇന്നത്തെ സഭയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പെന്തിക്കോസ്തിൻ്റെ ബലഹീനതയ്ക്ക് കാരണം. അങ്ങനെയുള്ള ആത്മശക്തിയുടെ വ്യാപാരം നമ്മുടെ പക്കൽ കുറഞ്ഞപ്പോ ആളുകൾ ന്യൂ ജനറേഷൻ സഭയിൽ പോകാൻ തുടങ്ങി. അതാണ് സത്യം. ഒരു കാലത്ത് രോഗിയെ സൗഖ്യമാക്കിയ പെന്തിക്കോസ്തുകാരൻ, ഒരു കാലത്ത് ഭൂതങ്ങളെ പുറത്താക്കിയ പെന്തിക്കോസ്തുകാരൻ, ഇന്ന് ശരിക്കും പ്രസംഗവും ഇല്ല, ശുശ്രൂഷയില്ല. ഇത് വന്നപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്നും ആളുകൾ ന്യൂ ജനറേഷനിൽ പോകാൻ തുടങ്ങി. ബാക്കിയുള്ള കൂട്ടത്തിൽ വന്നവരും ന്യൂ ജനറേഷനിൽ പോകാൻ തുടങ്ങി. കാരണം അവരുടെ പ്രസംഗത്തിൽ ഈ ഒരു കാര്യം തറപ്പിച്ച് പറയും, വിടുതൽ എന്നുള്ളത്. വേണ്ട വിധത്തിൽ വചനം അവർ പ്രസംഗിക്കുന്നില്ല എന്ന് പോരായ്മയുണ്ടെന്നുള്ള സത്യം. എന്നാൽ മറുഭാഗത്ത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പരാജയമാണ് അവർ വളരാനുള്ള കാരണം. ദൈവത്തിൻ്റെ ജനമായ പെന്തിക്കോസ്തുകാർ തിരിച്ചറിയേണ്ടത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ കൃപാവരങ്ങളും ശക്തിയുടെ വ്യാപാരങ്ങളും ആത്മീക ശുശ്രൂഷകളും തിരിച്ചെടുക്കാൻ
പെന്തിക്കോസ്തുകാരൻ തയ്യാറാകണം. പ്രവചനം നിർത്തിവെച്ചവർ കുറെ പേരുണ്ടങ്ങനെ. ആളുകളുടെ ആക്ഷേപം കൊണ്ട് പ്രവചനം നിർത്തിവെച്ചവരുണ്ട്. ഞാൻ ഈ കുറച്ച് നാളിന് മുമ്പ് ഒരു പള്ളിയിൽ പോയപ്പോൾ ഒരു സഹോദരി എനിക്ക് വന്നു. ഞാൻ അന്ന് പ്രസംഗിച്ചത് പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പ്രസംഗിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഇവിടെ വന്ന് ഒരുപാട് പാസ്റ്റർമാർ ഇതിനെതിരെ പ്രസംഗിച്ചു. ഞാൻ അന്യഭാഷയൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷേ ഇവരുടെ എല്ലാം പ്രസംഗം കേട്ട് ഞാനങ്ങ് നിർത്തി. ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് ഇതിനകത്ത് കാര്യമുണ്ടെന്ന്. ഇതിനകത്ത് കാര്യമുണ്ട്. ആത്മാവിൽ സംസാരിക്കുന്നതിനകത്ത് കാര്യമുണ്ട്. അന്യഭാഷയിൽ ശക്തിയുടെ വ്യാപാരമുണ്ട്. ചുമ്മാതെ ഉണ്ടാക്കി തന്ന നാക്കിട്ട് 2 വർത്താനം പറയാൻ വേണ്ടി തന്നതല്ല അന്യഭാഷ. ഇതിനകത്ത് ആത്മശക്തിയുടെ വ്യാപാരമുണ്ട്. ദൈവത്തോട് സംസാരിക്കുന്ന, ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്ന വലിയ ആത്മവ്യാപാരത്തിന് മണ്ഡലമുണ്ട് അവിടെ എന്നറിയണം. ഇതിൽ ഒതുക്കരുതെന്നേ ഉള്ളൂ. ഇതിൻ്റെ വ്യാപാരം കൊണ്ട് വലിയ വലിയ വിടുതലുക്ക് സാധ്യതയുണ്ട്. ഏതായാലും ഒരു കാര്യം തർപ്പിച്ച് പറയണം, ഈ അഗ്നി എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഇത് നിൽക്കാനുള്ളതല്ല. ഇത് കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ യാഗം കഴിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ന്യായപ്രമാണത്തിൽ ഇസ്രായേലിനോട് പറഞ്ഞത്, ഈ അഗ്നി കത്തിക്കൊണ്ടേയിരിക്കണം. പലതുകൊണ്ടും ഇതിന് മുടക്കം വന്നു. നമ്മുടെ ഇടയിൽ പല തടസ്സങ്ങളും ഉണ്ടായി. ഇന്നലെ അതിൻ്റെ കാര്യം ഡോക്ടർ സണ്ണി ഇവിടെ പറഞ്ഞു. അതിൻ്റെ 1-2 കാര്യം പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1-2 പറഞ്ഞ് നിർത്താം. ഏറ്റവും പ്രധാനം നമ്മുടെ ജഡമാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ജഡത്തിൻ്റെ കാര്യത്തിന് വേണ്ടി, ശരീരത്തിൻ്റെ കാര്യത്തിന് വേണ്ടി ഓടും. അതാണ് കൂടുതൽ പ്രസംഗം ഇന്നത്തെ കാലത്ത്. അവിടെയാണ് കുഴപ്പം. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കണം. മറ്റൊരു പ്രധാന കാര്യമാണ് ലൈംഗിക പാപം. വേദപുസ്തകം പാപത്തിൻ്റെ ലിസ്റ്റ് പറയുമ്പോൾ ആദ്യം പറയുന്ന കാര്യം വ്യഭിചാരം, ദുർനടപ്പ്, ദുർമോഹം എന്നീ കാര്യമാണ്. ഭൂമിയിൽ അനേകം മനുഷ്യരെ, സുവിശേഷ ലോകത്തിൽ ശോഭിച്ചിരുന്ന പലരെയും ഈ ഒരു പാപം തകർത്തിട്ടു. ഇത് ലോകവ്യാപകമായിട്ടുള്ള പ്രശ്നമാണ്. അതിൻ്റെ മേൽ ജയമെടുക്കണം. ഭൂമിയിൽ പല കാര്യങ്ങളും നമ്മുടെ ജഡം നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മെ തോപ്പിക്കുന്നു. റോമാലേഖനം 8-13 നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുമെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ജീവിക്കണോ? പരിശുദ്ധാത്മാവ് ഇതിൽ മൊത്തം നിയന്ത്രണം ഏറ്റെടുക്കണം. വചനപ്രകാരമാണ് ആത്മാവ് പ്രവർത്തിക്കുന്നത്, പക്ഷേ പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുക്കണം. അത് ജഡത്തിൻ്റെ പ്രവൃത്തികളെയും ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെയും അതിൻ്റെ ഉല്ലാസങ്ങളെയും ഇല്ലായ്മ ചെയ്യണം. മോഹത്തെ ഇല്ലായ്മ ചെയ്യണം. ഓപ്പോസിറ്റ് സെക്സിനോടുള്ള മോഹത്തെ ഇല്ലായ്മ ചെയ്യണം. അതിനു വേണ്ടിയുള്ള സകല കാര്യങ്ങളെയും നശിപ്പിച്ച് ഈ ജഡത്തെ യേശു വചനത്തിൻ്റെ ഭാഷയിൽ മരിപ്പിച്ച് ക്രൂശിച്ച് പ്രവർത്തിക്കണം. വെളിപ്പാടുകളിൽ കൂടി സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ളത്, കാലങ്ങളായി ജഡം പ്രവർത്തിച്ച്, നമ്മുടെ ബുദ്ധിമണ്ഡലം പ്രവർത്തിച്ച്, ആത്മാവിന് പ്രവർത്തിക്കാൻ സമ്മതിക്കാതെ മിടുക്കന്മാർ ബുദ്ധി കൊണ്ട് കാര്യം പറഞ്ഞു. അതൊരു വലിയ അപകടമാണ്. ഇൻ്റലക്ച്വലിസം ദൈവപ്രവർത്തിക്ക് തടസ്സമാണ്. കൂടുതൽ ജ്ഞാനമുണ്ടായാൽ അവർക്കറിയാൻ മേലാത്ത ഒന്നുമില്ലെന്നൊരു ധാരണയിലേക്ക് വരും. അവർക്കില്ലാത്തതൊന്നും വിശ്വസിക്കാൻ അവർ തയ്യാറാവില്ല. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇതിനകത്ത് അനന്തമായ കാര്യങ്ങൾ കിടപ്പുണ്ട്. ഈ അനന്തമായ കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞ ഒരാളുമില്ല. ആത്മാവ് നടത്തുന്ന വഴിക്ക് പോകാൻ തയ്യാറായാൽ ആ വഴിക്ക് പോയി ഇവ അനുഭവിക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ പല മണ്ഡലങ്ങളിൽ ധാരാളം അഴുക്ക് പിടിച്ച് തുരുമ്പ് പിടിച്ചിരിക്കുന്നു ചില മേശകൾ.
ഞാൻ പറയാം, വെളിപ്പാട് പറയാണ്, തുരുമ്പ് പിടിച്ചിരിക്കുന്നു. നല്ല പോലെ ഒരച്ച് വലിയ ഒരു ക്രിയ ചെയ്തെങ്കിൽ മാത്രമേ ഇത് നീക്കിക്കളയാൻ പറ്റുള്ളൂ. അല്ലാതെ അതിന് ചെറിയ ട്രീറ്റ്മെൻ്റ് ഇല്ല. ദൈവത്തിൻ്റെ സഭയോട്, പെന്തിക്കോസ്ത് സമൂഹത്തോട് ദൈവത്തിന് പറയാനുള്ളത്, പറ്റിയ തോൽവികളെ തിരുത്താൻ മനസ്സ് വെച്ച് ഒന്നാലോചിച്ച് നോക്കൂ. നമ്മളെ ചോദ്യം ചെയ്യുന്ന ജനമില്ലേ ഇന്ന്? ആക്ഷേപിക്കുന്ന ജനമില്ലേ ഇന്ന്? നമ്മുടെ തലമുറകൾ പോലും നമ്മുടെ കൂടെ നിൽക്കാൻ തയ്യാറാവാതെ പലയിടത്തും പോയിട്ടില്ലേ? ഒന്നാലോചിച്ച് നോക്കൂ. നിങ്ങളുടെ പള്ളിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും മക്കളുണ്ടോ? കല്യാണം കഴിച്ച നിങ്ങളുടെ മക്കൾ മിക്ക പേരും നിങ്ങളുടെ കൂടെ ഉണ്ടോ? എന്താ നിങ്ങളുടെ കൂടെ ഇല്ലാത്തതൊന്നും കൂടെ ആലോചിക്കണ്ടേ? എന്താണ് തലമുറകൾക്ക് സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ? ഇതിൻ്റെ നടുവിൽ രോഗശാന്തി പറയുന്നതിനെ ആക്ഷേപിക്കുന്നൊരു സമൂഹം നിൽക്കുന്നു. അവർ വെല്ലുവിളിച്ച് ചോദിക്കുന്നു, ഞങ്ങൾ രോഗികളെ കൊണ്ടുവരാൻ സ്വഭാവമാക്കാമെന്ന്. എന്താ ചോദിക്കാൻ കാരണം? കൊണ്ടുവരുന്ന രോഗി സൗഖ്യമായിരുന്നെങ്കിൽ ഇതൊരു ചോദ്യം ഉണ്ടാകുമായിരുന്നു. നമ്മുടെ മേൽ ദൈവശക്തിയുടെ വ്യാപാരം നമ്മുടെ പള്ളിയിൽ ആഴ്ചതോറും സംഭവിച്ചിരുന്നെങ്കിൽ നമ്മുടെ മക്കൾ വേറെ പോകുമായിരുന്നോ? വെല്ലുവിളിക്കുന്ന സമൂഹത്തിന് മുമ്പാകെ വെല്ലുവിളി തെളിയിക്കാനല്ല, പക്ഷെ ദൈവശക്തിയുടെ വ്യാപാരം വരുമ്പോൾ ചോദ്യങ്ങളില്ലായ്മയാവും. ഭൂതങ്ങളുടെ വ്യാപാരം ഇന്ത്യയിൽ ഇഷ്ടം പോലെ, ഇന്ത്യയിലും അമേരിക്കയിൽ ഇഷ്ടം പോലെ. ഇവിടെ ഭൂതം ബാധിച്ച മനുഷ്യരില്ലേ? ഇവിടെ ദുർഭൂത ശാസ്ത്രം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളില്ലേ? അതിനുള്ള കോഴ്സുകളില്ലേ? അങ്ങനെ എത്രയോ മനുഷ്യർ ദുർഭൂതത്തിൽ ജീവിക്കുന്നിടത്ത് പൗലോസിൻ്റെയും പത്രോസിൻ്റെയും അപ്പോസ്തലന്മാരുടെയും നമ്മുടെ പൂർവ്വ പെന്തിക്കോസ്തുകാരുടെയും ശുശ്രൂഷയിൽ ഭൂതം അലറി ഓടിയതുപോലെ നമ്മുടെ ശുശ്രൂഷയിൽ ഭൂതമലറി ഓടിയിരുന്നെങ്കിൽ ഇന്നത്തെ പെന്തിക്കോസ്ത് സഭയുടെ സ്ഥിതി എന്താകും? ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളിൽ ചിലർ പഴയ പെന്തിക്കോസ്തുകാർ കാണുമല്ലോ. അന്നത്തെ ശക്തിയുടെ വ്യാപാരം ഇന്ന് നമ്മുടെ സഭകളിലുണ്ടോ? ദൈവമേ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല ജനത്തിന് കൊടുക്കാൻ, ജനത്തെ വിടുവിക്കാൻ എൻ്റെ പക്കൽ ശക്തിയില്ല. ദേ ഞാൻ നിലത്ത് വീണ് കരയാൻ തയ്യാറാകുന്നു, എന്നെ ഒന്ന് തിരുത്തണമേ, എൻ്റെ പക്കൽ ശക്തിയുടെ ഒരു വ്യാപാരം അയക്കണമേ, എൻ്റെ സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഒന്ന് ഇറങ്ങി വരണമേ. കേവലം പ്രസംഗം നിർത്തിയിട്ട് ആ പ്രസംഗത്തിൻ്റെ കൂടെ അത് പറയുന്ന ശക്തിയുടെ വ്യാപാരം എൻ്റെ പള്ളിക്കകത്ത് അയക്കണമേ, എൻ്റെ വീട്ടിൽ അയക്കണമേ, എൻ്റെ ശുശ്രൂഷയിൽ അയക്കണമേ എന്ന് നിലവിളിക്കാൻ, ന്യായങ്ങൾ പറയാൻ നിൽക്കാതെ നിലവിളിച്ച് ദൈവവും പാക വീഴാൻ ഇന്നത്തെ പെന്തിക്കോസ്തുകാർ തയ്യാറായാൽ സ്ഥിതി മാറാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ കൂട്ടം ജനത്തെ ഒരുക്കണം, ദൈവത്തെ തൻ്റെ ആത്മാവിനെ അയക്കണം, ദൈവത്തിൻ്റെ വചനപ്രകാരം ഒരു സമൂഹത്തെ ഒരുക്കണം. അതിന് ആത്മപ്രവൃത്തി അല്ലാതെ വേറെ മാർഗം ഇല്ല. പ്രിസർവ് ദി അനോയിൻറ്റിങ്. ഒന്നുകൂടെ പറയുന്നു, ഈ തീ ഉണ്ടല്ലോ, ഇത് പലയിടത്ത് കൊണ്ടിടണം. പലയിടത്തിരുന്ന് കത്തിയാൽ പോരാ. അതാണ് പുതിയ സഭയിൽ സംഭവിച്ചത്. യെരൂശലേമിൽ ഒന്നിച്ചു കൂടിയിരുന്നിടത്തുനിന്ന് ഇത് വാരി പീഡ അയച്ചിട്ടാണ്, പക്ഷെ പലയിടത്ത് കൊണ്ടിട്ടു. കൊണ്ടിട്ടിടത്തെല്ലാം കത്തി. അങ്ങനെ നമ്മെ അഗ്നിയാക്കി ഓരോരോ ദേശത്ത് കൊണ്ടിട്ടാൽ അവിടെ അഗ്നി വ്യാപരിക്കത്തക്കവണ്ണം അങ്ങനെ ദേശം ദേശമായി, രാജ്യം രാജ്യമായി, ഭൂമി മുഴുവനായി ഈ വ്യാപാരം ഉണ്ടാകേണ്ടതിന് ഇന്നത്തെ പെന്തിക്കോസ്തുകാരെ ദൈവം വിളിക്കുന്നു എന്ന് പറയാനുള്ള തീമാണ് ഈ ടീം തിരഞ്ഞെടുത്തതെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു മിനിറ്റ് എഴുന്നേറ്റിരിക്കുമോ ദയവായി? ഞാൻ വാഞ്ചയോടെ കാത്തിരിക്കുന്നൊരു കാര്യം ഞാൻ പറയുക, എൻ്റെ ഉള്ളം പറയുക.
എനിക്ക് വലിയ കൊതിയുണ്ട് അങ്ങനെ ആത്മശുശ്രൂഷിക്കും. എന്നെ ഉൾപ്പെടുത്തിയാണ് ഈ പറയുന്നത്. ഞാൻ എന്നെ നീതീകരിച്ച് പറയല്ല. ഞാൻ ആഗ്രഹിക്കുന്നു ഇതിനകത്ത് നല്ല പ്രവാചകർ എഴുന്നേറ്റിരുന്നെങ്കിൽ. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ബാല്യകാലത്ത് പാപം കൃത്യമായി വിളിച്ച് പറഞ്ഞ് നീ ഇന്നാരോട് ഇന്നടത്ത് വെച്ച് പാപം ചെയ്തു എന്ന് പ്രവചിച്ച പ്രവാചകരെ എനിക്കറിയാം. അല്ലാതെ ബാലര തലയാക്കുമെന്നൊന്നും ഒന്നും പറഞ്ഞ പ്രവചനമില്ല. അങ്ങനെ പ്രവചനം ഉണ്ടായിരുന്നു. ഇന്നതുണ്ടായിരുന്നെങ്കിൽ സഭയ്ക്കകത്ത് ആളിന് വരാൻ പേടിയുള്ളതിന്. ഇന്നൊരു കൂട്ടം ജഡീകന്മാരുടെ കളിസ്ഥലമായി ചില സഭകൾ തീർന്നിട്ടില്ലേ? അവിടെയുള്ള ആത്മീയർക്ക് അവിടെ ഇടമില്ലല്ലോ. ചില ജഡീകരല്ലേ ചില സഭകളെ നിയന്ത്രിക്കുന്നത്. അതേസമയം അവൻ പള്ളി വരുന്നതിന് മുമ്പ് വെളിപ്പാട്, ദർശനം പ്രവാചകർക്കുണ്ടായിരുന്നെങ്കിൽ, അത് വിളിച്ചു പറയാൻ ആളുണ്ടായിരുന്നെങ്കിൽ ആ പാപി പുറത്ത് നിന്നേനെ. അന്നിൽ മാനസാന്തരപ്പെട്ടനെ, ഇല്ല അവൻ പുറത്തു പോയേനെ. അത് നമ്മുടെ പക്കലില്ലായികയാൽ സഭയിൽ എന്തെല്ലാം നടക്കുന്നു. ദൈവമേ, ഒന്ന് മാറ്റണേ എന്ന് പറയാൻ, അല്ലത് എൻ്റെ വ്യക്തിപരമായി എന്നെ ഒന്ന് മാറ്റണേ എന്ന് പറയാൻ. പ്രവചനം നിർത്തിയവരും ഇതിനകത്തില്ലേ? തിരിച്ച് ശുശ്രൂഷയെന്ന് പ്രാപിക്കാൻ മനസ്സുണ്ടോ? ഇച്ചിരി റിസ്ക് ഉള്ളതാണ്, പക്ഷെ ഒന്ന് പ്രാപിക്കാൻ മനസ്സുണ്ടോ? അല്ല, എത്ര പേരുടെ പക്കൽ കൃപാവരമുണ്ട്? സാധാരണ പള്ളിയിൽ വരുന്നല്ലേ ഉള്ളൂ. ഈ കൃപയുടെ വിവിധ വരങ്ങളുടെ വ്യാപാരമുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ അതാണ് തന്നെ പെന്തിക്കോസ്ത്. ഒന്ന് മനസ്സ് വെച്ച് ഒന്ന് പറയാൻ ആർക്കെങ്കിലും മനസ്സുണ്ടോ? ഓഫ് കോഴ്സ് നിങ്ങൾ പലരും ആഗ്രഹിക്കുന്നവരുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ദൈവസഭയെക്കുറിച്ച് ഭാരമുള്ളവരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു ആത്മഭാരത്തിന് ഒന്ന് സമർപ്പിക്കാൻ, ഒന്ന് ദൈവത്തോട് ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കുമോ? ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിക്കുമോ?